ഇന്ന് ശ്രേയമോളുടെ വിവാഹമാണ്. സുന്ദരിയും സുശീലയുമായ ശ്രേയ സുമുഖനും ദൃഢഗാത്രനുമായ ഹരിയെ വിവാഹം കഴിക്കുന്നു. രണ്ടുപേർക്കും അന്തസ്സുള്ള ജോലിയുണ്ട്. ശ്രേയ സർക്കാർ സ്കൂൾ അധ്യാപികയും ഹരി ഹോമിയോ ഡോക്ടറും. കല്യാണ ചടങ്ങിൽ ശ്രേയയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അടുത്ത ഒരു ബന്ധുവാണ്. കാരണം ശ്രേയയ്ക്ക് അച്ഛനില്ല. അവൾ അച്ഛനെ ഒരു വട്ടം പോലും കണ്ടിട്ടില്ല. അവൾ ഭൂജാതയാകുന്നതിന് മുൻപ് തന്നെ അവളുടെ അച്ഛൻ രാജേഷ് അവളുടെയും അവളുടെ അമ്മയുടെയും ലോകത്ത് നിന്ന് യാത്ര പോലും പറയാതെ പോയി മറഞ്ഞിരുന്നു. പ്രദീപിൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ഒരു കൊച്ചനുജനെ പോലെ സന്തത സഹചാരിയും ഒരുമിച്ച് ജോലിയും ചെയ്തിരുന്ന ആളാണ് രാജേഷ്. 6 അടി പൊക്കം, അതിനൊത്ത ശരീരം, എല്ലാവരെക്കാളും ദൃഢഗാത്രൻ, കാണാൻ സുന്ദരൻ, അങ്ങനെ പല പ്രത്യേകതകളുമുള്ള രാജേഷ് അയാളെ സ്നേഹിക്കുന്നവരെ ജീവന് തുല്യം കരുതിയിരുന്നു. എന്നാൽ ഇടഞ്ഞാൽ ഒരു ഈറ്റപ്പുലി. അധ്യാപകനായി വിരമിച്ച അച്ഛൻ, നല്ല ഭൂസ്വത്തുക്കളുള്ള അമ്മ, രാജേഷ് അവരുടെ ഏക സന്തതിയായിരുന്നു. രാജേഷിൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് അയാൾ ജോലിയിൽ ചേർന്നത്. രാജേഷിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രമേ പ്രദീപിന് പറയാനുള്ളൂ. ഒരിക്കൽ പ്രദീപും അതുപോലെ തന്നെ രാജേഷും അവധിയിലായിരുന്നു. പ്രദീപ് ടൈഫോയിഡ് ബാധിച്ച് കിടപ്പിലായി. അതറിഞ്ഞ ഉടൻ രാജേഷ് നിന്ന നിലയിൽ സ്വന്തം ബൈക്കിൽ രാജേഷിൻ്റെ വീടായ എറണാകുളത്ത് നിന്ന് കൊല്ലത്തെത്തി പ്രദീപിനെ കണ്ടു. പ്രദീപിന് അസുഖം ഭേദമായതിനു ശേഷമേ രാജേഷ് മടങ്ങിയുള്ളൂ. ഒരിക്കൽ പ്രദീപ് വിദേശ രാജ്യത്തേക്ക് ഡെപ്യൂട്ടേഷൻ സെലക്ഷനായി അങ്ങോട്ട് പോയപ്പോൾ അത് മുടക്കാൻ ചില ഉപജാപ സംഘങ്ങൾ ശ്രമം നടത്തി. ചില പ്രധാന ഔദ്യോഗിക കടലാസുകൾ ഒളിപ്പിച്ചു വച്ചു. ഇതറിഞ്ഞ് രാജേഷ് ചില നല്ല കൂട്ടുകാരുമായി ആരും അറിയാതെ ആ കടലാസുകൾ കണ്ടെടുത്തു. അങ്ങനെ പ്രദീപിൻ്റെ വിദേശ ജീവിതം ഭദ്രമാക്കി. അങ്ങനെ ഓരോന്നും പറയാൻ വളരെയുണ്ട് പ്രദീപിന്. തന്നെ സ്നേഹിക്കുന്നവരെ എങ്ങനെയും സംരക്ഷിക്കാനും തന്നെ എതിർക്കുന്നവരെ നേരെയാക്കാനും രാജേഷ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രദീപ് വിദേശത്തായിരിക്കുമ്പോഴാണ് രാജേഷിന് സ്ഥലമാറ്റം വന്ന് ജമ്മുവിലേക്ക് പോയത്. അതിന് 3 മാസങ്ങൾക്ക് മുൻപാണ് രാജേഷ് വിവാഹിതനായത്.